ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ പോളിലിട്ടതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് കോളേജിൽ പോകുന്ന ദിവസങ്ങളിലുള്ള ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സോ രാവിലെ എനിക്കൊരു 7:45 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമുക്ക് 8:30 ആകുമ്പം അതായത് 8:30 ആകുമ്പോൾ ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. സോ 8:30 മുമ്പ് അവിടെ എത്തണം. 8:30 മുമ്പ് എത്തിയാലേ നമുക്ക് സൈൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് പോകുന്ന ദിവസം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാലും മതി. പക്ഷെ അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡായിട്ട് പോകേണ്ടി വരും. 8:25 ആകുമ്പോൾ അവിടെ ചെല്ലും. ഒരു 25 മിനിറ്റ്സേ വണ്ടിയിൽ പോകുമ്പോൾ ദൂരം വരുന്നുള്ളൂ. എങ്കിലും ഞാനൊരു 7:45 കഴിയുന്ന സമയത്ത് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു 5 മണി 5:15 തോന്നുന്നു എഴുന്നേറ്റപ്പം. ഈ ഒരു ഞാൻ വ്ളോഗ് എടുക്കുന്ന ആ ദിവസം എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 1 വീക്ക് എൻ്റെ ആണെങ്കിൽ 1 വീക്ക് ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു ആഴ്ച ഏട്ടനും മോർണിംഗ് ആണ് ഷിഫ്റ്റ് വരുന്നത്. അതായത് രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും പോകണം. വൈകുന്നേരം നേരത്തെ വരാൻ പറ്റും. ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരും. സോ അമ്മ രാവിലെ തന്നെ എണീറ്റ് ഏട്ടന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ ഒരു 4:30 കഴിഞ്ഞപ്പോൾ എണീറ്റെന്ന് തോന്നുന്നു. ഞാൻ എണീറ്റപ്പോൾ എന്തായാലും 5:15 അപ്പം ഇഡലിയും അതേപോലെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഏട്ടൻ കഴിച്ചിട്ട് ഏട്ടൻ ദേ പോകാൻ നിൽക്കുവാണ്. ഞാനപ്പോൾ ആ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല കേട്ടോ. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് ഒരു ഇഡലിയൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വന്നിട്ട് കോളേജിൽ വന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ എണീറ്റിട്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. സാധാരണ അമ്മ ഇപ്പം എന്തെങ്കിലും തീയൽ പോലത്തെ കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തലേദിവസം അമ്മ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പിറ്റേ ദിവസം പിന്നെ എന്തെങ്കിലും മീനൊക്കെ വറുക്കാനുള്ളതും അതേപോലെ തോരൻ വെക്കാനുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കണം. ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പൊക്കെ ചെയ്യും. അതായത് തേങ്ങ ചിരവി കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ തോരനൊക്കെ ഉള്ള ദിവസം ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5:30 ആകുമ്പോഴത്തേക്കുമാണ് എണീറ്റ് വരുന്നെങ്കിൽ അമ്മ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചൊരു മടി കൂടുമല്ലോ. അപ്പം മടിയെന്ന് വെച്ചാൽ എണീക്കാനുള്ള മടിയല്ല ഞാൻ പറഞ്ഞത്. എണീറ്റ് കഴിഞ്ഞ് ഞാൻ കൂടുതലും പുസ്തകം വായിക്കുക അല്ലെങ്കിൽ PSC പഠിക്കാനുള്ള അങ്ങനെയൊക്കെ നോക്കുവാണ് പതിവ്. പിന്നെ അമ്മയും അത് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് എന്നാൽ ഞാൻ പോയി പഠിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ പോയി പഠിച്ചോ, ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ അമ്മ ആവുന്ന സമയത്ത് നമ്മുടെ അമ്മമാരെ പോലെ പേഷ്യൻസും നമ്മുടെ അമ്മമാരെ പോലെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഒരു ആ ഒരു ജനറേഷൻ അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പേരൻസ് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇപ്പോഴുള്ള ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സാണ് ഇഷ്ടം. കാരണം പണ്ടുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് പ്രത്യേകിച്ച് സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരായിരിക്കാം, ഒരു പ്രൊഫഷണൽ കോഴ്സും ഒക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി ഹസ്ബൻഡ്, മക്കൾ, ആ ഫാമിലിയെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിതം നിന്ന് പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി അതാണ് വലിയ ലോകം എന്ന് ആരൊക്കെയോ ചേർന്ന് നമ്മുടെ സൊസൈറ്റി നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്നുള്ള പേരൻസ് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ്. അവർ പഠിച്ചു വന്ന ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നു നല്ലൊരു ചിന്താഗതി. എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പം എത്രമാത്രം അതിൽ സപ്പോർട്ടീവ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയുക ഇഷ്ടങ്ങൾ, ഒരു ഫിനാൻഷ്യൽ ഏണിങ്സ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അങ്ങനെ എല്ലാവരും നമുക്കിപ്പോൾ ഹസ്ബൻഡ് നമുക്ക് പ്രിയപ്പെട്ട ആളാണ്, മക്കൾ നമുക്ക് പ്രിയപ്പെട്ട ആളാണ്, നമ്മുടെ അച്ഛൻ അമ്മ ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായ കുറച്ച് ഹോബീസ്, നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങൾ, നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ജീവിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കോളേജിലെത്തിട്ടോ. ഈ വർത്തമാനം പറഞ്ഞിടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ രാവിലെ അങ്ങനെ കുറച്ച് പുസ്തകമൊക്കെ വായിച്ചു. പിന്നെ കോളേജിലേക്കുള്ള കുറച്ച് നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, അതൊക്കെ നോക്കി അങ്ങനെ നേരെ പോന്നു. അപ്പോൾ രാവിലെ പോരുന്ന സമയത്ത് വാവ അങ്ങനെ വഴക്കൊന്നുമില്ല. ആൾക്ക് പെട്ടെന്ന് ഞാൻ വണ്ടിയിലൊക്കെ കയറി ഞാൻ സ്കൂട്ടിക്കാണ് പോരുന്നത്. പോകുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ലെങ്കിലും ഞാൻ ഒരു തവണ കോളേജിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തു. അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ കണ്ടിട്ട്. അപ്പോൾ അതേ പിന്നെ ഞാനിപ്പോൾ കോളേജിൽ വന്നാൽ വീഡിയോ കോൾ ചെയ്യില്ല, അമ്മേനെ അല്ലാതെ ഓഡിയോ കോൾ ചെയ്തിട്ടാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്, അവൻ കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഞാൻ കോളേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണിന്ന് ഏറ്റവും രാവിലെ എത്തുന്നത്. ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് വേറെ ആരും
വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ PG ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ PGയിലെ സ്റ്റാഫും ലാബ് അസിസ്റ്റൻറ്റും മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 3 ടീച്ചേഴ്സാണ് ഉള്ളത്. പിന്നെ ഇപ്പം നമുക്കിവിടെ ഫസ്റ്റ് ഇയേഴ്സ് എക്സാം ആയതുകൊണ്ട് അവർ സ്റ്റഡി ലീവിലാണ്. അപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ PGയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഇവിടെ PG ആണ് സെൽഫായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് PG മാത്രം പഠിപ്പിച്ചാൽ മതി. അപ്പോൾ സാധാരണ 8:30 to 1:30 ആണ് നമ്മുടെ ഒരു ടൈം വരുന്നത്. അതായത് 1 hour വെച്ചിട്ടാണ് ക്ലാസ് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരാൾ തന്നെ ഒരു 1.5 മണിക്കൂർ എടുക്കുകയാണ്. അതായത് 8:30 to 10 ആദ്യത്തെ അവർ, ദെൻ 10 to 11:30 അടുത്ത അവർ, ദെൻ ഒരു 11:30 to ഒരു 12:50 വരെ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കും, ലോങ് ഇൻ്റർവെൽ. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 1:30 വരെയുള്ള അടുത്തൊരു അവർ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഫസ്റ്റ് അവർ തന്നെ കയറും. ഫസ്റ്റ് അവർ കയറി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ നോട്ട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ, അല്ലെങ്കിൽ ഞാൻ കൂടുതലും അവിടെ ഇരുന്ന് നാളത്തേക്കുള്ളത്, അതായത് കോളേജിലേക്ക് തന്നെ നാളത്തേക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ വേറെ എന്തെങ്കിലും PSCയുടെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ സമയം കിട്ടുമ്പോഴാണ് ഈ പുസ്തകം ഇരുന്ന് വായിക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, അതായത് പുസ്തകം വായിച്ച് എന്താണ് കുറച്ച് പേജസ് വായിക്കാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് അവർ ഫ്രീ ആയിരുന്നു. അപ്പോൾ അങ്ങ് ഇരുന്ന് വായിച്ച് ആ പുസ്തകം കംപ്ലീറ്റ് ഇരുന്ന് വായിച്ചു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. പിന്നെ എന്തായാലും കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് റിവൈസ് ചെയ്തേക്കാം, പഠിക്കാനുള്ളത് കൂടെ നോക്കിയേക്കാമെന്ന്. സോ അതുകൊണ്ട് അതാണ് ഈ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെൽഫി ക്യാം വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ ഒരു ടൈം ഫ്രീ കിട്ടിയാലും, ഇപ്പം ഫ്രീ കിട്ടുകയെന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നത് വരെ ഉണ്ടാവുള്ളൂ, ഒരു 2 വീക്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രീ കിട്ടിയാലും നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ തോന്നില്ല. കാരണം ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്വിച്ച് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ മാറി മാറി ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ആ ഒരു പുസ്തകം വായിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഞാൻ ഫോണിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇന്നെന്തായാലും ഇരുന്ന് എഴുതിയേക്കാം, പേപ്പറിൽ എഴുതിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കുന്ന, അതായത് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. കാരണം ഇപ്പം അങ്ങനെ സ്ഥിരം വ്ളോഗിങ് ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും എനിക്ക് വ്ളോഗ് എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഇതാണ്, ഞാൻ മറന്നു പോകും വ്ളോഗ് എടുക്കുന്ന കാര്യം. അങ്ങനെ പല ക്ലിപ്സും മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോകാനുള്ള സമയമായിട്ടോ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയി, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച പാത്രം നമ്മൾ കഴുകി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2:20 ആകുമ്പോഴത്തേക്കും ഇറങ്ങാം കേട്ടോ. ഇറങ്ങിയിട്ട് ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ, 3 മണിക്കുള്ളിൽ വീട്ടിൽ വരും. ചിലപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2:30 ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:05, 3:10 എന്തായാലും വീട്ടിൽ വരും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഈ ജോലി ചെയ്യാൻ. അതായത് ഇപ്പോൾ രാവിലെ പോയി ഒരുപാട് ലേറ്റായല്ലല്ലോ വരുന്നത്. അത് രാവിലെ കുറച്ച് നേരത്തെ പോയാലും വൈകുന്നേരവും നേരത്തെ വരാൻ പറ്റും എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു ഫ്രൈഡേ ആണ് കേട്ടോ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചെന്നിട്ട് നാളത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, സാറ്റർഡേ സൺഡേ അവധി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനും വാവയും കൂടെ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തു തന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇത് നല്ല കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ്, സ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കിതിൽ ഏറ്റവും ആ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് എനിക്കില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത് ഇത്ര ഇഷ്ടമായി ഞാൻ പറയാൻ കാര്യം. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ വാവയുടെ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തു. അപ്പോൾ അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൾ നല്ലോണം പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി. തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് 2 പേസ്ട്രി വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറി കയറി കേട്ടോ. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ബേക്കറി ഐറ്റംസിൽ ഞാൻ ആകെ ഭയങ്കര താല്പര്യത്തോടു കൂടി വാങ്ങുന്ന ഒരെണ്ണം ഈ പേസ്ട്രിയാണ്. വേറെ ഒന്നും തന്നെ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് അത് വാങ്ങിക്കാൻ കയറി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ റൂമിൽ കുറച്ച് വോൾ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. ഈ വോൾ സ്റ്റിക്കർ ഞാൻ അവിടുത്തെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അവിടുത്തെ വീട്ടിലുള്ള എൻ്റെ ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ ഇരിക്കുന്ന, അപ്പോൾ അവിടുത്തെ ആ ഒരു ടേബിൾ ഒരു ക്രീം അങ്ങനത്തെ ഒരു കളറാണ്, അതായത് വളരെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അറിയും. അതുമാത്രമല്ല
അത് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർത്തു ഇങ്ങനത്തെ വോൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് അതിലൊന്ന് ഒട്ടിച്ച് നോക്കാമെന്ന്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് ഇത് 2 റോളായിട്ടാണ് കിട്ടുന്നത്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എത്രയാണ് എമൗണ്ട് എന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ഒരു 300ൽ താഴെയാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും 2 റോൾ അവിടത്തേക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന അവിടെ ആകെ എന്താണിപ്പം ഒന്ന് കറക്റ്റായിട്ട് അടുക്കി പെറുക്കാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടുക്കി വെക്കാം, പിന്നെ ഈ ഒരു വോൾ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഏട്ടനാണ് കേട്ടോ കറക്റ്റ് അളവൊക്കെ എടുത്ത് ഒട്ടിച്ച് വന്നത്. ഇത് അല്ലാതെ ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഏട്ടന് നന്നായിട്ട് അളവൊക്കെ എടുത്ത് ഒട്ടിച്ചത് കൊണ്ട് അങ്ങനെ ഒട്ടിച്ച് പോയി. പിന്നെ ബാക്കി വന്ന കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റോളിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ബോക്സിലൊന്ന് ചെയ്തെടുത്ത്, അതാകുമ്പോഴത്തേക്കും ബോക്സും കുറച്ച് അടിപൊളിയായിട്ട് ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇതെനിക്ക് വാങ്ങിച്ച സമയത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഇത് ഒട്ടുമോ, എന്താണ് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടുമോ എന്ന്. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. നല്ല പശയാണ്. നമ്മൾ അത് ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതൊന്ന് പൊക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാനിത് തന്നെ ഇവിടെ ഒട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്ന എത്രയോ നന്നായി ഓർത്തുപോയി, കാരണം തന്നെ ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലായിരുന്നു രാത്രി കുറേ നേരം. പിന്നെ അതിന് ശേഷം അവിടെ എല്ലാം അടുക്കിയൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാനെല്ലാം അടുക്കി പെറുക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒന്ന് പോയി ഫ്രഷായിട്ട് കുറച്ച് നോട്ട്സ്, എൻട്രിയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ഇന്ന് ക്ലാസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സമയം പോയി. പിന്നെ സാറ്റർഡേ എന്തായാലും അവധിയാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പോൾ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് എടുക്കാൻ. അപ്പോൾ അതുകൂടാതെ ഒരു നോട്ട് കൂടെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർത്ത്, എന്നിട്ട് രണ്ടും കൂടെ നാളെ ഒരുമിച്ച് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി നോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 10:45 അടുത്തായിട്ടോ. കാരണം ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും സമയം പോയി. പിന്നെ ഏട്ടൻ അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവ നേരത്തെ തന്നെ ഉറങ്ങും കേട്ടോ, ഒരു 9:30-10 ആളെപ്പോഴും ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് വാവ ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനങ്ങനെ ഇടയ്ക്ക് ഫീഡ് ചെയ്യിപ്പിക്കും എന്നല്ലാതെ ഇടയ്ക്ക് എണീറ്റ് വലിയ ബഹളമോ അലമ്പോ ഒന്നുമില്ല. അപ്പോൾ അങ്ങ് കിടന്നുറങ്ങിക്കോളും, പിന്നെ രാവിലെ എണീക്കുള്ളൂ. കോളേജിൽ പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് റൂമിലിരുന്ന് പഠിക്കാനോ വായിക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഇവൻ ആ റൂമിൽ കിടന്നുറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ വെട്ടം കണ്ടാൽ മതി, അപ്പം തന്നെ ആളിങ്ങ് എണീറ്റ് പോരും. അതുകൊണ്ട് ഞാൻ വെളിയിൽ ഹോളിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. എന്നിട്ട് അച്ഛനെ വിളിച്ച് ഇവൻ്റെ കൂടെ കിടത്തും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും. പിന്നെ ആളൊരു 6:45 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും കേട്ടോ. അപ്പോൾ അതുവരെ ആരെങ്കിലും കൂടെ കിടന്നാൽ മതി. പക്ഷെ അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഒരാൾ പുറകെ വേണം. ഇപ്പോൾ ഞാൻ കോളേജിൽ പോരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവനെ അവിടുത്തെ അച്ഛനമ്മയാണെങ്കിലും ഇവിടുത്തെ അച്ഛനമ്മയാണെങ്കിലും 2 പേരും ഈ ഒരാഴ്ച മാറി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു 2 പേരെങ്കിലും വേണം. അത്രയും റിസ്ക്കാണ്. ഇപ്പോൾ ആളിങ്ങനെ നീന്തി നടക്കുന്ന പ്രായമാണല്ലോ. എന്ത് കണ്ടാലും എടുക്കാനും പിടിക്കാനും വായി വെക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് ഇവനെ ആ സമയം വരെ നോക്കുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ വലിയ വഴക്കൊന്നുമില്ല കേട്ടോ. അതായത് ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ എണീച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് വേണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ പറയാനുള്ളത്. അപ്പോൾ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ കാണാം. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.